വാർത്തകളിലേക്ക് മടങ്ങി വരാം. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത മാധ്യമപ്രവർത്തകനായ ഭീകരനെ വധിച്ച ഇസ്രായേൽ. ഗാസയിൽ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരവാദം നടത്തി വന്നിരുന്ന ഹസൻ അബ്ദുള്ള ഫത്താഹ് മുഹമ്മദ് എസഹിയാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിൽ ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഖാൻ യൂനിസ് ബ്രിഗേഡിലെ അംഗമായിരുന്ന എസ്ലഹിനെ ഖാൻ യൂനിസിലെ ആശുപത്രി സമുച്ചയത്തിൽ നടന്ന സൈനിക നടപടിയിൽ വധിച്ചതായുള്ള വിവരം ഇസ്രായേൽ സൈന്യമാണ് വെളിപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഭീകരൻ മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ CNN-ലും അസോസിയേറ്റ് പ്രസിലും ജോലി ചെയ്തിട്ടുണ്ട്. റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങൾക്കായും എസ്ലൈഹൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ സ്വന്തമായി ഒരു മീഡിയ കമ്പനിയും ഹസൻ അബ്ദുൾ ഫത്താഹ് മുഹമ്മദ് എസ്ലൈഹൻ നടത്തി വന്നിരുന്നു. ഇദ്ദേഹം ഹമാസ് ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുകയും കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തതായി സൈന്യം കണ്ടെത്തിയിരുന്നു. തന്നെയുമല്ല, 2024 മുൻ ഹമാസ് ഭീകര നേതാവ് ഇസ്രായേൽ കൊലപ്പെടുത്തിയ യഹിയ സിൻവറുമായി നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിരുന്നു. ഫോട്ടോയിൽ യഹിയ സിൻവർ എസ്ലൈഹിനെ ചുംബിക്കുന്നതായുള്ള ദൃശ്യമാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് CNN-ഉം അസോസിയേറ്റ് പ്രസും എസ്ലൈഹിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നുവെങ്കിലും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരന്മാരെ ജോലിക്കെടുത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെ നഷ്ടപരിഹാരത്തിനായി സിവിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എസ്ലൈഹിനെ ഉൾപ്പെടെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. 25 മില്യൺ ഷെക്കൽ അഥവാ $6.5 മില്യൺ നഷ്ടപരിഹാരമായിരുന്നു ജെറുസലേം ജില്ലാ കോടതി വഴി അവർ ആവശ്യപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.